അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാ അഫ അൻത തകൂനു അലൈഹി വക്കീല. ഏറെ ബഹുമാന്യരായ വിസ്ഡം യൂത്ത് ഭാരവാഹികളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഇന്നത്തെ നമ്മുടെ സംസാരത്തിൻ്റെ വിഷയമായി നാം കരുതിയിട്ടുള്ളത് ലിവിങ് ആസ് എ മുസ്ലിം ഇൻ എ ലിബറൽ വേൾഡ്. ഒരു ലിബറൽ ലോകത്ത് മുസ്ലിമായിക്കൊണ്ട് ഏത് രൂപത്തിൽ ജീവിക്കണം, അല്ലെങ്കിൽ മുസ്ലിമായി ജീവിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളും അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങളും ആണ് ഇന്ന് വളരെ ചുരുങ്ങിയ സമയത്തിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. എന്താണ് ഈ തലക്കെട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ള ലിബറൽ ലോകം എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നാം എല്ലാവരും കേട്ടു പരിചയിച്ചിട്ടുള്ള ഒരു ഹദീസ് അത് സൂചിപ്പിച്ചുകൊണ്ട് തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. യഅതി അലന്നാസി സമാനുൻ, മനുഷ്യരുടെ അടുത്ത് ഒരു കാലഘട്ടം വരിക തന്നെ ചെയ്യും, അഥവാ അന്ത്യനാളിനോടടുത്തുള്ള ഒരു കാലഘട്ടത്തെ സൂചിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന്ന് വിശ്വാസം മുറുകെ പിടിച്ച് ജീവിക്കുക എന്നത് കയ്യിലൊരു തീക്കനൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് എത്രത്തോളം പ്രയാസകരമാണോ അത്രത്തോളം പ്രയാസകരമായിരിക്കും വിശ്വാസിയായിക്കൊണ്ട് വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക എന്നത്. ഒരു തീക്കനൽ കയ്യിൽ പിടിച്ചു നിൽക്കുക എന്നത് നമുക്കൊരിക്കലും ആലോചിക്കുവാനോ സഹിക്കുവാനോ കഴിയാത്ത അത്രത്തോളം പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതുപോലെ പ്രയാസമുള്ളതാകും വിശ്വാസിയായിക്കൊണ്ട് വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവചനമാണ്. അപ്പോൾ നമ്മൾ പൊതുവെ പറയും, ഇന്ന് തിന്മകൾ വ്യാപിക്കുന്നു, ആളുകൾ വളരെയധികം തിന്മകളിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോകുന്നു, ഇന്നത്തെ കാലം ശരിയില്ല, തലമുറ ശരിയില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും, അതുപോലെ തന്നെ തിന്മകൾ വ്യാപിക്കുന്നതിനെ കുറിച്ച് ഒരു വേള ആശങ്കപ്പെടുമ്പോഴും ഒരു സമാധാനം നമുക്കുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച ഒരു കാര്യമാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റസൂൽ ഏതുവരെ ചോദിച്ചാൽ ഈ തിന്മകളുടെ വ്യാപനത്തെ കുറിച്ച് പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, അന്നത്തെ കാലഘട്ടത്തിൽ, അതായത് അന്ത്യനാളിനോടടുത്ത കാലഘട്ടത്തിൽ വ്യഭിചാരം വ്യാപകമാകും. വ്യഭിചാരം വ്യാപകമാകുന്നു മാത്രമല്ല, ഒരു വഴിയരികിൽ ആ രൂപത്തിൽ വ്യഭിചരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് ആ വ്യക്തിയോട്, നിനക്ക് ഈ വഴിയരികിൽ നിന്നു മാറി കുറച്ച് ദൂരെ എവിടെ നിന്നെങ്കിലും അല്ലെങ്കിൽ സ്വകാര്യമായി ഇത് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്ന ആളുകൾക്കായിരിക്കും അന്ന് വലിയ ഈമാനുള്ളവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിക്കുന്നുണ്ട്. അഥവാ അന്നത്തെ ഈമാൻ അല്ലെങ്കിൽ അന്ത്യനാളിനോടടുത്ത ഈമാൻ എന്ന് പറയുന്നത് തിന്മകൾ വ്യാപകമായി, അത് അത്രമേൽ സ്വാഭാവികമായി, അത്രമേൽ വലിയ വ്യഭിചാരം പോലെയുള്ള തിന്മ പോലും പരസ്യമായി ചെയ്യുന്നത് ആ പരസ്യമാക്കാതിരുന്നൂടെ എന്ന് ചോദിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഈമാനുള്ളവർ എന്ന തലത്തിലേക്കടക്കം നമ്മുടെ സമൂഹം എത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിക്കുകയാണ്. അഥവാ നമ്മൾ ഈ കടന്നു പോകുന്ന ഈ കാലഘട്ടവും ഇതിനേക്കാൾ ഒരു പക്ഷേ അപ്പുറത്തേക്കുള്ള കാലഘട്ടങ്ങളും കടന്നു വരിക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു വിശ്വാസികൾ എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചതുപോലെ തന്നെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യ ബോധ്യം ഈ ഇത്തരം സംഭവങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൂടെ ഈ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാവേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ കാലഘട്ടത്തിന് മാത്രമായിട്ടുള്ള ഒരു പ്രശ്നം? നമുക്ക് പൊതുവെ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ദീനും അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസവും ഈമാനും ദേഹേച്ഛകളോട് നടത്തുന്ന ഒരു യുദ്ധമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത്. അതായത് നമുക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാവും, പല തിന്മകളും ചെയ്യാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാകും. ആ തിന്മകൾ ചെയ്യുന്നതിൽ നിന്നും നമ്മുടെ വിശ്വാസം നമ്മളെ എത്രത്തോളം തടയുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ ഈമാനിന്റെ ശക്തി കിടക്കുന്നത്. അഥവാ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വളരെ കൃത്യമായി തന്നെ ജിഹാദിന്റെ എണ്ണങ്ങൾ വിശദീകരിക്കുമ്പോൾ റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ നഫ്സിനോട് ചെയ്യുന്ന ജിഹാദ്, നമ്മുടെ ദേഹേച്ഛയോട് ചെയ്യുന്ന ജിഹാദ്, അതാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത്. അതുപോലെ തന്നെ ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്, അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവ, നീ ഒരാളെ കണ്ടിട്ടുണ്ടോ, അയാളുടെ പ്രത്യേകത എന്താണ്? അയാളുടെ ഇലാഹാക്കിക്കൊണ്ട്, ദൈവമാക്കിക്കൊണ്ട് അയാളുടെ ദേഹേച്ഛയെ, സ്വന്തം ആഗ്രഹങ്ങളെ, ഇച്ഛയെ ഇലാഹാക്കി മാറ്റി. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമുക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാവും. ഒരു അനാവശ്യ കാര്യം ചെയ്യാൻ, ഒരു അനാവശ്യ ആസ്വാദനത്തിലേക്ക് പോകാൻ നമുക്കൊരു പക്ഷെ ആഗ്രഹം ഉണ്ടാകും. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിരോധിച്ചിട്ടുണ്ട്. ഇതാണ് പൊതുവിൽ നമ്മൾ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള ഒരു കാരണം. നമുക്ക് തോന്നിയതൊക്കെ ചെയ്യുകയാണെങ്കിൽ, നമുക്ക് ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യുകയാണെങ്കിൽ നമ്മൾ മൃഗങ്ങളെ പോലെയായി മാറും എന്നുള്ളത് നമുക്കറിയാം. മൃഗങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യും. എവിടെയാണ്, എന്താണ്, ഏതാണ് സംസ്കാരം, ഏതാണ് ധാർമ്മികത, അധാർമികത, ഇതൊന്നും നോക്കേണ്ടുന്ന ഒരു ആവശ്യം ഒരു മൃഗത്തിനില്ല. എന്നാൽ മൃഗത്തിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? അവന് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യമാണെങ്കിൽ പോലും അത് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്ന് ചിന്തിച്ചിട്ടായിരിക്കും, അത് ശരിയാണെങ്കിൽ മാത്രമായിരിക്കും അവൻ ചെയ്യാൻ മുതിരുക എന്നുള്ളതാണ്. അപ്പോ ഈ നിലക്ക് നമ്മുടെ ദേഹേച്ഛയോടുള്ള ജിഹാദ്, ദേഹേച്ഛയോടുള്ള യുദ്ധം, അതാണ് അടിസ്ഥാനപരമായി നമ്മുടെ ദീനുമായി മുന്നോട്ടുള്ള നമ്മുടെ ജീവിതം എന്നുള്ളത് എക്കാലഘട്ടത്തിലും അങ്ങനെയാണ്. പിന്നെ ഈ കാലഘട്ടത്തിൽ മാത്രമുള്ള ഒരു പ്രശ്നം എന്താ? എല്ലാ കാലത്തും ഇങ്ങനെ ദേഹേച്ഛകൾ ഉണ്ടായിരുന്നു, തോന്യാസങ്ങൾ ഉണ്ടായിരുന്നു, തെറ്റുകൾ ഉണ്ടായിരുന്നു, തിന്മകൾ ഉണ്ടായിരുന്നു, എല്ലാ കാലത്തും ഇതുണ്ടായിരുന്നു. പക്ഷെ ഈ കാലഘട്ടത്തിൽ മാത്രമുള്ള ഒരു പ്രശ്നം എന്താ? അവിടെയാണ് നമ്മുടെ തലക്കെട്ടിലുള്ള ഈ ലിബറൽ വേൾഡ് അല്ലെങ്കിൽ ലിബറലിസം എന്നുള്ളതിനൊക്കെ കുറിച്ചൊരു പ്രാഥമികമായ ഒരു ധാരണ നമുക്കുണ്ടാകേണ്ടത്. എന്താണ് ഈ ലിബറലിസം എന്നൊക്കെ പറഞ്ഞാൽ? ഇത്രയും കാലം നമുക്ക് ഒരു തെറ്റ് ചെയ്യുക എന്നുള്ളത്, അതൊരു എനിക്കങ്ങനെ തോന്നുന്നു, ഞാൻ അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യുന്നു, അതൊക്കെ തെറ്റൊക്കെ തന്നെയാണെങ്കിലും ഞാനത് ചെയ്യുന്നു, അതൊരു തെറ്റ് തന്നെയാണ് എന്നൊരു ചിന്തയോടുകൂടി തന്നെയാണ് പലപ്പോഴും തെറ്റുകളിലേക്ക് നമ്മൾ പോവുക. പക്ഷേ ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലിബറലിസം എന്നുള്ള ഈ ആശയം അത് വ്യാപകമായതോടുകൂടി ഈ തെറ്റ് ചെയ്യുക എന്നുള്ളതിന് ന്യായീകരണങ്ങൾ ഭൗതികമായി തന്നെ നമുക്ക് കിട്ടാൻ തുടങ്ങി. അതായത് നമുക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കുക എന്നുള്ളതിന് ന്യായീകരിച്ചുകൊണ്ട്, അതാണ് ശരി, അങ്ങനെയാണ് ജീവിക്കേണ്ടത്, അങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടത് എന്ന ഒരു ചിന്ത വ്യാപകമാകാൻ തുടങ്ങി എന്നുള്ളതാണ് ഈ പറഞ്ഞ ലിബറലിസവും അല്ലെങ്കിൽ ലിബറൽ വേൾഡിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെയും മൂലകാരണം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. മുൻപ് ഒരാള് ഒരു വ്യഭിചരിക്കുകയാണെന്ന് വിചാരിക്കാം. മുമ്പ് ഒരാൾ വ്യഭിചരിക്കുകയാണെങ്കിൽ അയാൾക്കും അറിയാം, ഞാൻ ചെയ്യുന്നത് എന്റെ ദേഹേച്ഛക്ക് പിന്നാലെ പോവാണ്, ഞാൻ ചെയ്യുന്നത് സമൂഹത്തിൽ പൊതുവിൽ അധാർമികമായി ഗണിക്കപ്പെടുന്ന ഒരു കാര്യത്തിലേക്കാണ് ഞാൻ പോകുന്നത്, അതിൻ്റെതായ കുറെ പ്രശ്നങ്ങളുണ്ട് എന്ന് ഈ ചെയ്യുന്ന ആൾക്കും, അത് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അയാളുടെ മനസ്സിൽ ആ ഒരു ചിന്തയുണ്ടാകും. പക്ഷെ ഇന്നത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, വ്യഭിചരിക്കുന്ന ആള് ചെയ്യുന്ന പ്രവൃത്തി മുമ്പ് ചെയ്ത അതേ തെറ്റ് തന്നെയാണ്. പക്ഷെ അയാളുടെ മനസ്സിൽ 1000 ന്യായീകരണങ്ങൾ ഈ ലിബറലിസം ഇട്ടുകൊടുക്കുകയാണ്. അതെന്താന്ന് ചോദിച്ചാൽ, നീ ഒരു സ്വതന്ത്ര വ്യക്തിയാണ്, നിനക്ക് എങ്ങനെ ജീവിക്കണമെന്നത് നീയാണ് തീരുമാനിക്കേണ്ടത്, ഓരോരുത്തരും ഏത് രൂപത്തിൽ ജീവിക്കണം, എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ എന്നൊക്കെ തീരുമാനിക്കുന്നവൻ അവനവൻ തന്നെയാണ്. ആ ഓരോരുത്തരുടെയും ഇഷ്ടവും സ്വാതന്ത്ര്യവുമാണ് ഏറ്റവും പ്രധാനം. ഇങ്ങനെ ഈ ഒരു ആശയം നമ്മുടെ മനസ്സിലേക്ക് കയറുകയും അത് അടിസ്ഥാനപരമായ ഒരു ആശയമായി നമ്മുടെ മനസ്സിൽ രൂഢമൂലമാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ളത്. അതിനെയാണ് നമ്മൾ ലിബറലിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ലിബറലിസത്തെ കുറിച്ചും അതിന്റെ ചരിത്രത്തെ കുറിച്ചും അതിന്റെ ആവിർഭാവത്തെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചർച്ച എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ ജീവിതത്തെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളിടത്താണ് നമ്മൾ കൂടുതലായും ഇന്ന് ചർച്ച കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഈ ലിബറലിസം എന്നുള്ളത് നമ്മളുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ നമ്മളെ ബാധിക്കാത്ത എന്തോ കാര്യമായിട്ടാണ് ഇത്തരം ചർച്ചകളൊക്കെ നമ്മൾ പലപ്പോഴും കാണുക, അല്ലെ? നിരീശ്വരവാദത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, മതനിരാസത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴൊക്കെ അതെന്തോ നമ്മളുമായി ഒരിക്കലും ബന്ധമില്ലാത്ത, നമ്മളെ ഒരിക്കലും ബാധിക്കാൻ സാധ്യതയില്ലാത്ത എന്തോ കാര്യം എന്ന നിലക്കാണ് ഇത്തരം ചർച്ചകളെ കുറിച്ചൊക്കെ, അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ കേൾക്കുക. അത് കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെ പല ആളുകൾക്കും അത്തരം ചർച്ചകൾ കേൾക്കാൻ തന്നെ താല്പര്യം കുറവായിരിക്കും. നമ്മളുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യമാണല്ലോ, അതൊക്കെ ആ നിലക്ക് അതിന്റെ ചർച്ചകളൊക്കെ ഒരു വഴിക്ക് നടക്കട്ടെ എന്നാണ് പല ആളുകളും ചിന്തിക്കുക. പക്ഷേ
ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലിബറലിസവും നിരീശ്വരവാദം അല്ലെങ്കിൽ മതനിരാസവും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസവും ഈ പറഞ്ഞതിൽ തന്നെയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ? നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ ദൈവമില്ല എന്ന ചിന്തയാണ്. മതനിരാസം എന്ന് പറഞ്ഞാൽ മതങ്ങളൊന്നും ആവശ്യമില്ല, മനുഷ്യനെ നന്നാക്കാൻ മതങ്ങളൊന്നും ആവശ്യമില്ല. അങ്ങനെയുള്ള ചിന്തകൾ പണ്ടുകാലം മുതൽക്കേ നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകളും സംവാദങ്ങളും ഒക്കെ എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. യുക്തിവാദം, നിരീശ്വരവാദം, മതനിരാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകളും ചിന്തകളും ഒക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതും ഈ കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസം എന്താ? മുമ്പ് നിരീശ്വരവാദം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടുള്ളത് നിരീശ്വരവാദമായി തന്നെയായിരുന്നു. അതായത് നമ്മളോട് നേരിട്ട് വന്ന് പറയും ദൈവമില്ല, അല്ലെങ്കിൽ മതം വേണ്ട, മതത്തിന്റെ ആവശ്യമില്ല, നമുക്ക് എന്തിനാണ് നിങ്ങൾ നിസ്കരിക്കുന്നത്, എന്തിനാണ് നോമ്പ് നോൽക്കുന്നത്, ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ, യുക്തിപരമായി ചിന്തിച്ച് ദൈവമില്ല എന്ന് നിങ്ങൾക്ക് കണ്ടെത്തിയാൽ, അതുപോലെ തന്നെ സയൻസിന്റെ പിന്നാലെ പോയാൽ നിങ്ങൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് നമ്മളോട് നേരിട്ട് വന്ന് പറയുകയായിരുന്നു മുമ്പ് കാലത്ത് സംഭവിച്ചിരുന്നത്. പക്ഷേ ഇപ്പോ അതല്ല സംഭവിക്കുന്നത്. അതിന്റെ കാരണം ഏറ്റവും പ്രധാനമായിട്ടും ഈ നിരീശ്വര ചിന്തകൾ അല്ലെങ്കിൽ മതനിരാസ ചിന്തകൾ, മതരാഹിത്യം എന്നത് നേരിട്ട് ചെലവാക്കാൻ അത്ര പെട്ടെന്ന് സാധിക്കില്ല എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിലടക്കം എത്ര കാലമായി നിരീശ്വരവാദികളും യുക്തിവാദികളും പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ വരേക്കും അവർക്ക് എത്ര നിരീശ്വരവാദികളെ വിശ്വാസികളിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിച്ചു? ഇവിടെ കോടിക്കണക്കിന് വിശ്വാസികളുണ്ട്. അതിൽ നിന്നും എത്ര ആളുകൾ നിരീശ്വരവാദികളായി, ദൈവമില്ല, മതം വേണ്ട എന്നൊക്കെ മനസ്സിലാക്കി മതത്തെ ഒഴിവാക്കി എത്ര ആൾക്കാരുണ്ട് എന്ന് നോക്കിയാൽ തുലോം വിരളമാണ്. ഓരോ പ്രദേശത്തും വേണമെങ്കിൽ വിരലെണ്ണാവുന്ന രൂപത്തിൽ പോലും കാണാൻ പറ്റാത്ത അത്രയും ആളുകൾ കുറഞ്ഞ ഒരു അവസ്ഥയാണ് ഈ നിരീശ്വരവാദം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിരീശ്വരവാദം അതിനെ ചെലവാക്കാൻ പ്രയാസം തന്നെയാണ്. അത് അവർ ബോധ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെ? നമ്മുടെ നാട്ടിലടക്കം നിരീശ്വരവാദികളുമായി ഒരുപാട് സംവാദങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോ മുൻപ് കാലത്തൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഡോക്ടർ ഉസ്മാൻ സാഹിബിനെ പോലെയുള്ള ആളുകൾ, മുമ്പ് നിരീശ്വരവാദിയായിരുന്ന പിന്നെ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബിനെ പോലുള്ള ആളുകളൊക്കെ MC ജോസഫിനെ പോലെയുള്ള, ഇടമറുകിനെ പോലെയുള്ള നിരീശ്വരവാദികളോട് നേരിട്ടും പേജിലും സ്റ്റേജിലും ഒക്കെ സംവാദങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ദൈവം ഉണ്ടോ ഇല്ലേ എന്ന ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആ ചർച്ചകളിലൊക്കെ അവസാനം സംഭവിക്കുന്നത് ഈ നിരീശ്വരവാദം എന്ന് പറയുന്നത്, മതനിരാസം എന്ന് പറയുന്നത് ഒരു അടിസ്ഥാനവും ഇല്ലാത്തൊരു കാര്യമാണ്. അതിന് ഒരു നിലക്കും യുക്തിപരമായി പോലും അതിന് അടിസ്ഥാനമില്ല എന്ന് ബോധ്യപ്പെടുകയാണ് പലപ്പോഴും ഇത്തരം സംവാദങ്ങളിലൂടെ സംഭവിക്കുക. അതുകൊണ്ട് തന്നെ അത്തരം സംവാദങ്ങളിലൂടെയോ ചർച്ചകളിലൂടെയോ മതം വേണ്ട അല്ലെങ്കിൽ ദൈവം വേണ്ട എന്ന് വിശ്വാസികളെ ബോധ്യപ്പെടുത്താൻ ഇത്തരം ആളുകൾക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? നേരിട്ട് ചെലവാകാത്ത ഒരു പ്രോഡക്റ്റ്, നേരിട്ട് നമുക്ക് ഈ നിരീശ്വരവാദം ചെലവാകുന്നില്ല, നിരീശ്വരവാദത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അവിടെയാണ് നേരിട്ട് ചെലവാക്കുന്നതിനു പകരം പിന്നിലൂടെ വ്യംഗ്യമായിക്കൊണ്ട് അതിനെ കൊണ്ടുവരാനുള്ള ഒരു രീതി, അതാണ് യഥാർത്ഥ ലിബറലിസം എന്ന് പറയുന്നത്. നമ്മൾ ചുരുങ്ങി മനസ്സിലാക്കുകയാണെങ്കിൽ, ഏറ്റവും ചുരുക്കത്തിൽ അല്ലെങ്കിൽ ഏറ്റവും ലളിതമായി മനസ്സിലാക്കുകയാണെങ്കിൽ ലിബറലിസം എന്ന് പറഞ്ഞാൽ അതാണ്. അഥവാ നമ്മളെ കൊണ്ട് നേരിട്ട് മതം വേണ്ട, ദൈവം വേണ്ട എന്നൊന്നും വിശ്വസിപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിലേക്കും നിത്യജീവിതത്തിലെ ചർച്ചകളിലേക്കും ഇടപെട്ടുകൊണ്ട് ആ നമ്മുടെ ചിന്തകളെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് മതത്തിനോ ദൈവത്തിനോ പ്രസക്തിയില്ലാത്ത രൂപത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റുക. ഇതാണ് ലിബറലിസം കൊണ്ട് സംഭവിക്കുന്നത്. അഥവാ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു കോളേജിൽ പോകുന്ന ഒരു കുട്ടിയോട് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലായ ഒരാളോട് നമ്മൾ ഒരു ദിവസം പെട്ടെന്ന് പോയി പറയുകയാണ്, ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കുക, ആ സ്ത്രീയോട് പറയാണ് നിങ്ങൾ ഈ ഹിജാബിന്റെ ഒന്നും ഒരു ആവശ്യമില്ല, നിങ്ങൾ തട്ടിടേണ്ട കാര്യമില്ല, എന്തിനാ തട്ടിടുന്നത്, ഇതൊക്കെ മതം പഠിപ്പിച്ച കുറെ കാര്യമല്ലേ, അതുകൊണ്ട് നിങ്ങൾ തട്ടമഴിക്കണം എന്ന് നേരിട്ട് പോയി പറഞ്ഞാൽ എത്ര ആളുകൾ തട്ടമഴിക്കാനോ അല്ലെങ്കിൽ ഇസ്ലാമിക വസ്ത്രധാരണം ഒഴിവാക്കാനോ തയ്യാറാകും? വളരെ ചുരുക്കം ചില ആളുകളായിരിക്കും. എന്നാൽ അത് പതിയെ സംഭവിക്കുകയാണെങ്കിൽ, പലപ്പോഴും നമ്മൾ കോളേജിൽ നിന്നൊക്കെ ഇറങ്ങി, ഇവിടെയൊക്കെ മിക്കവാറും ആളുകൾ പ്രൊഫഷണൽ കോളേജുകളിൽ നിന്നൊക്കെ പുറത്തിറങ്ങിയ ആളുകളായിരിക്കും. നമ്മൾ കാണുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, ഫസ്റ്റ് ഇയറിൽ വരുമ്പോൾ അവർക്ക് കൃത്യമായ തട്ടവും അല്ലെങ്കിൽ ഇസ്ലാമിക വസ്ത്രധാരണമൊക്കെ ഉണ്ടാവും. സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്ക് അത് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടാവും, അതൊരു ഷോളിലേക്കോ അല്ലെങ്കിൽ ചുറ്റുന്നതിലേക്കൊക്കെ മാറിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് കുറച്ചും കൂടി കഴിയുമ്പം ആ തട്ടത്തിന്റെ അളവും അതുപോലെ തന്നെ അതിന്റെ രീതിയൊക്കെ പിന്നെ പതിയെ മാറും. അവസാനത്തെ വർഷമാകുമ്പോഴേക്ക് ആ തുണി തന്നെ ഇല്ലാതെ, ആ തട്ടം തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന നമ്മൾ കാണാറുണ്ട്. ഇത് ഇവിടെ എന്താ സംഭവിച്ചത്? ഒറ്റയടിക്ക് നടക്കാത്ത ഒരു കാര്യം പതിയെ നടപ്പിലാക്കി. ഇതുപോലെ തന്നെയാണ് ഇപ്പൊ ലഹരിയുടെ വിഷയം.
ലഹരി ഒറ്റയടിക്ക് ഒരു കള്ളു കുടിക്കാൻ അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കാത്ത ഒരാളോട് നിങ്ങൾ മദ്യം ഉപയോഗിക്കണം, നാളെ മുതൽ നീ കുടിക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അയാൾ തയ്യാറാവൂല, അയാളെ കൊണ്ട് അതിന് സാധിക്കൂല. ആദ്യം എന്താ ചെയ്യാ, ഒരു ഒരു മദ്യപാന പാർട്ടിയിലൊക്കെ വെറുതെ പോയിരിക്കും, അയാൾ കുടിക്കൊന്നില്ല, അയാൾ പെപ്സിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സോഡയോ കുടിക്കാൻ അവിടെ ഇരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം പതിയെ പതിയെ എന്ത് ചെയ്യും, ഓരോ ചെറുതായി അതിന്റെ കൂടെ കൂടാൻ തുടങ്ങും. അതിനുശേഷം പതിയെ പതിയെ ഒരു ചെറിയ ഒരു അളവ് കുടിക്കാൻ തുടങ്ങും. പിന്നെ അവസാനം അയാളും ഒരു മദ്യപാനിയാവും. ഇങ്ങനെ ഏത് തിന്മകളും നമ്മളിലേക്ക് കടന്നു വരുന്നത് വ്യംഗ്യമായ രൂപത്തിലാണ്. അത് കൂടുതൽ നമ്മളെ സ്വാധീനിക്കാനുള്ള സാധ്യത കൂടുതൽ വ്യംഗ്യമായ രൂപത്തിലാണ്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ മതനിരാസത്തിന്റെ വിഷയത്തിലും സംഭവിക്കുന്നത്. അതായത് നേരിട്ട് നമ്മളെ കൊണ്ട് ദൈവം ഇല്ല എന്ന് വിശ്വസിപ്പിക്കാൻ ഇവിടെയുള്ള നിരീശ്വരവാദികൾക്കോ അല്ലെങ്കിൽ മതരഹിതരായ ആളുകൾക്കോ സാധിക്കുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ആരായാലും ഒരു ചെറിയൊരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് അത് സാധ്യമല്ല. കാരണം ഇവിടെ ഒരു ദൈവമില്ല എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മഹാപ്രപഞ്ചമൊക്കെ പിന്നെ എങ്ങനെ ഉണ്ടായി, ഇതൊക്കെ തനി ഉണ്ടായതാണോ എന്നിങ്ങനെയുള്ള നൂറുകൂട്ടം ചോദ്യങ്ങളായിരിക്കും അവിടെ മറുഭാഗത്ത് ഉണ്ടാവുക. അതിന് കൃത്യമായൊരു മറുപടി പറയാൻ നിരീശ്വരവാദികൾക്ക് സാധ്യമല്ല. പിന്നെ എന്താ ചെയ്യുക? പിന്നെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നന്മ തിന്മകൾ, അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ തന്നെ മാറ്റുക. ഇതാണ് അൾട്ടിമേറ്റ്ലി സംഭവിക്കുക. നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ ശരിതെറ്റുകളെ കുറിച്ച് ചിന്തിക്കുന്ന ആ രീതി തന്നെ അങ്ങോട്ട് മാറ്റിക്കളയും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ലഹരി വളരെ വ്യാപകമാണ്, അല്ലെങ്കിൽ ചെറിയ തലമുറയിൽ അല്ലെങ്കിൽ പുതുതലമുറയിൽ ലഹരി വ്യാപകമാകുന്നു എന്നൊക്കെ നമ്മൾ പൊതുവിൽ പരാതി പറയാറുണ്ട്. ഈ ലഹരി വ്യാപകമാകുന്നതിനെതിരെ നമ്മൾ പലപ്പോഴും ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളും അതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും നടത്താറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിലേക്ക് കൂടുതൽ വ്യാപകമായിക്കൊണ്ട് അത്തരത്തിലേക്ക് പോകുന്നത് എന്ന് നോക്കിയാൽ അവിടെ ഒരു മനോഭാവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതെന്താന്ന് ചോദിച്ചാൽ, ഇതിനിപ്പോ എന്താ പ്രശ്നം, അല്ലെങ്കിൽ ഇതൊക്കെ ആസ്വദിക്കാനുള്ളതല്ലേ? നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ആ ചെറിയ ജീവിതം ആസ്വദിക്കാനുള്ളതായിരിക്കെ നമ്മൾ എന്തിനാണ് ഈ ആസ്വാദനങ്ങളെ വെറുതെ കളയുന്നത്? കാരണം ഈ ചിന്ത എങ്ങനെ വരുന്നത്? ചിലപ്പോൾ മദ്രസയിൽ പോയ കുട്ടിയായിരിക്കും, എല്ലാ നിലക്കും ഖുറാനും ഹദീസും ഒക്കെ പഠിപ്പിച്ച കുട്ടിയായിരിക്കും. എങ്കിലും ആ കുട്ടിയുടെ തലയിലേക്ക് ഇതെങ്ങനെ വരുന്നു? അത് അവൻ കാണുന്ന റീലുകളും അല്ലെങ്കിൽ സിനിമകളും ഷോർട്സും അതുപോലെ തന്നെ വെബ് സീരീസും ഇതിലൊക്കെ നിരന്തരമായിട്ടുള്ളത് ഈ ജീവിതം പരമാവധി ആസ്വദിക്കാനുള്ളതാണ്, പരമാവധി എക്സ്പ്ലോർ ചെയ്യാനുള്ളതാണ്, പരമാവധി ഇത്തരത്തിലുള്ള ടേസ്റ്റുകൾ അറിയാനുള്ളതാണ് എന്ന ചിന്തയാണ് നിരന്തരമായിക്കൊണ്ട്. ഏതെങ്കിലും ഒരു സമയത്തല്ല, ആരെങ്കിലും ക്ലാസ് എടുത്തു കൊടുത്തിട്ടല്ല കുട്ടികൾ കഞ്ചാവ് വലിക്കുന്നത്. ആരെങ്കിലും ക്ലാസ് എടുത്ത് നീ ഇത് ഉപയോഗിക്കണമെന്ന് അതിന്റെ മാനുവലും അല്ലെങ്കിൽ ഗൈഡും കൊടുത്തിട്ടല്ല ഒരാളും MDMAയിലേക്ക് പോകുന്നത്. ഒരു കുട്ടിയും അങ്ങനെയല്ല പോകുന്നത്. മറിച്ച് അവർ പോലും അറിയാതെ അവരുടെ തലയിലേക്ക് ഒരു ആശയം കയറുകയാണ്. ഈ ജീവിതം എന്ന് പറഞ്ഞാൽ പരമാവധി ആസ്വദിക്കാനുള്ളതാണ്, പരമാവധി അത് എൻജോയ് ചെയ്യാനുള്ളതാണ്. അതിന് നമ്മൾ ഏതൊക്കെ വഴികൾ സ്വീകരിക്കാൻ പറ്റുമോ അതൊക്കെ സ്വീകരിക്കണം എന്ന ചിന്തയാണ് നിരന്തരമായി അവരെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫീഡ് ചെയ്യുന്ന ഒരു കുട്ടി, അവന്റെ മുമ്പിലേക്ക് ഒരു ഓപ്ഷനായി വരികയാണ് ഒരു ലഹരി എന്ന് പറയുന്നത്. അപ്പൊ അവന്റെ ചിന്ത എന്താ ഉണ്ടാവുക? എന്തായാലും ചെറിയൊരു ജീവിതം, എല്ലാം എക്സ്പ്ലോർ ചെയ്യാനുള്ളതാണ്, എല്ലാ ടേസ്റ്റും എക്സ്പ്ലോർ ചെയ്യാനുള്ളതാണ്, എല്ലാ സുഖങ്ങളും എക്സ്പ്ലോർ ചെയ്യാനുള്ളതാണ്. പിന്നെ ഞാൻ എന്തിന് ഈ സുഖം എക്സ്പ്ലോർ ചെയ്യാതിരിക്കണം എന്നൊരു ചിന്തയാണ് അവിടെ വരിക. അപ്പോ സ്വാഭാവികമായിട്ടും അവിടെ നമ്മൾ തിരിച്ചു കൊടുക്കുന്ന മറുമരുന്ന് എന്താ? ഈ ലഹരി ഉപയോഗിച്ചാൽ നിന്റെ കിഡ്നി അടിച്ചു പോകും, അല്ലെങ്കിൽ നിന്റെ കരൾ അടിച്ചു പോകും, അതുപോലെ തന്നെ അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും. ഇങ്ങനെയുള്ള കുറെ ക്ലാസ്സുകളാണ് നമ്മൾ അവിടെ കൊടുക്കുക. ഇതെങ്ങനെ എഫക്റ്റീവ് ആവുക? കാരണം കുട്ടി മനസ്സിലാക്കിയത് അല്ലെങ്കിൽ കുട്ടി ഫീഡ് ചെയ്യപ്പെട്ടത് എങ്ങനെയായാലും ഒരു ദിവസം മരിക്കും, നമുക്ക് വളരെ ചെറിയ ജീവിതമുള്ളൂ, ആ ജീവിതം പരമാവധി ആസ്വദിക്കാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിയ ഒരു കുട്ടിയോട് ഇങ്ങനെ ചെയ്താൽ നീ പെട്ടെന്ന് മരിക്കും, അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ കുട്ടി വിചാരിക്കെന്താ? എന്തായാലും മരിക്കും. അത് ഈ രൂപത്തിൽ പരമാവധി ആസ്വദിച്ച് മരിക്കുകയാണെങ്കിൽ അതല്ലേ കുറച്ചും കൂടി നല്ലത് എന്ന് ചിന്തിക്കുന്ന ഒരു കുട്ടിയോട് ഒരിക്കലും നമുക്ക് ഈ കരളടിച്ചു പോകുന്നതിന്റെയോ അതുപോലെ തന്നെ കിഡ്നി അടിച്ചു പോകുന്നതിന്റെയോ കഥ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. അവൻ മനസ്സിലാക്കുന്നത് അത് ആസ്വാദനത്തിന്റെ ഭാഗമാണ്. ആസ്വാദനത്തിലൂടെ നമ്മൾ അത്തരത്തിലുള്ള ആസ്വാദനങ്ങൾ പരമാവധി നേടുകയാണ് വേണ്ടത്. അതാണ് ജീവിതം, അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കിയ ഒരു കുട്ടിയോട് നമ്മൾ ഇങ്ങനെ ഒരു മദ്യവിരുദ്ധ ക്ലാസ് കൊടുത്തുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോ ഞാൻ പറഞ്ഞു വന്നതെന്താ ചോദിച്ചാൽ, ഈ ചിന്ത എല്ലാ മേഖലയിലും നമ്മെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഇച്ഛകൾക്കനുസരിച്ച് അത് പരമാവധി ഇച്ഛകൾക്കനുസരിച്ച് ജീവിക്കുക എന്നുള്ളതിന് ഒരു ഭൗതികമായ ന്യായീകരണം ഉണ്ടാക്കുക എന്നതാണ് ഈ ലിബറലിസം കൊണ്ട് സംഭവിക്കുന്നത്. ഇത് ഞാൻ പറയുന്നത് കുട്ടികളെ മാത്രം ബാധിക്കുന്നതോ
അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് പ്രത്യേകമായ ജനവിഭാഗത്തെയോ ബാധിക്കുന്ന, അല്ലെങ്കിൽ മതനിരാസം, അല്ലെങ്കിൽ യുക്തിവാദം, നിരീശ്വരവാദം എന്നൊക്കെ പറയുന്ന അത്തരം ഏതാനും ചില ആളുകളെ മാത്രം ബാധിക്കുന്ന ഒരു ചിന്തയല്ല ഇത്. ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും നമ്മുടെ അടക്കം ചിന്തകളിലും ഇടപെടലുകളിലും ഇത്തരം ലിബറലിസത്തിന്റെ സ്വാധീനം എന്ന് പറയുന്നത് വളരെ പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ മുമ്പിലേക്ക് ഒരു വിഷയം വരികയാണ്, ഒരു കാര്യം ചെയ്യണോ ചെയ്യണ്ടേ, അത് ഏതാണ്, ശരിയോ തെറ്റോ എന്ന ഒരു ചിന്ത വരുമ്പോ, എന്ന ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ന്യായീകരണം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത? ഇപ്പോ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു കാര്യം, പിന്നെ നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുകയാണ്. ആ കല്യാണത്തിന് ഒരു ചർച്ച നടക്കുകയാണ്. അവിടെ തലേന്ന് ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ വേണോ, അല്ലെങ്കിൽ ഒരു ഗാനമേള വേണോ വേണ്ടേ, ഒരു ചർച്ചയാണ് ഒരു ഉദാഹരണത്തിന് പറയാം. ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? ഒരുപാട് ന്യായീകരണങ്ങൾ എതിർത്തും അതുപോലെ തന്നെ അനുകൂലിച്ചും നമ്മുടെ മനസ്സിലേക്ക് വരും. ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ സ്വാഭാവികമല്ലേ, എല്ലാവരും ചെയ്യുന്നതല്ലേ, അങ്ങനെ ഒന്ന് ചെയ്താൽ ഇപ്പൊ എന്താ പ്രശ്നം, അതുകൊണ്ട് ഇപ്പൊ എന്താ കുഴപ്പം, ഇങ്ങനെയുള്ള ഒരുപാട് ന്യായീകരണങ്ങൾ വരും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഏതിനാണ് നമ്മുടെ ജീവിതത്തിൽ പൊതുവിൽ നമ്മൾ പ്രാധാന്യം നൽകാറുള്ളത്? നമുക്കറിയാം, കൃത്യമായി ഇത്തരം കാര്യങ്ങൾ, അത് ഇസ്ലാമിൽ വിരോധിക്കപ്പെട്ട ഇത്തരം സംഗീത നിശകളും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഇസ്ലാമിൽ വിരോധിക്കപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഖുർആനിൽ അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഹദീസിൽ അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നമുക്കറിയാമെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് മറ്റു ചില ന്യായങ്ങൾ വരികയാണ്. എന്താണ്? അതുകൊണ്ട് ഇപ്പൊ എന്താ കുഴപ്പം, എല്ലാവരും ചെയ്യുന്നതല്ലേ. ഇതാണ് ഈ ലിബറലിസത്തിന്റെ സ്വാധീനം എന്ന് പറയുന്നത്. അതായത് മതം പഠിപ്പിച്ച ഒരു കാര്യം അവിടെ നിലനിൽക്കെ തന്നെ നമ്മൾ നമ്മുടെ ഇച്ഛകൾക്ക് പ്രാധാന്യം നൽകും. മതം കൃത്യമായി ഖുർആനിലും ഹദീസിലും വിരോധിച്ച ഒരു കാര്യമാണെങ്കിൽ പോലും ഞാൻ എന്റെ ഇഷ്ടത്തിനും എന്റെ ആഗ്രഹത്തിനും എന്റെ ഇച്ഛക്കും പ്രാധാന്യം നൽകുന്നു. അതാണ് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് ഒന്നുകൂടി പറയുന്നു. നീ ഒരാളെ കണ്ടുവോ, അവനെന്താ ചെയ്തത്? മനിത്തഖദ ഇലാഹഹു ഹവ, അവന്റെ ഇച്ഛയെ, അവന്റെ ആഗ്രഹത്തെ അവൻ ഇലാഹാക്കി. അപ്പൊ ഓരോ സംഭവം എടുക്കുക, ഓരോ കേസും നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ആരെയാണ് ഇലാഹാക്കുന്നത്? പടച്ചോൻ ഒരു കാര്യം പറഞ്ഞു, ആ പടച്ചോൻ അത് വിരോധിച്ചിട്ടുണ്ട് നമുക്കറിയാം, എന്നിട്ടും നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഇച്ഛ, നമ്മുടെ ആഗ്രഹം അതിന് വിരുദ്ധമാണെങ്കിൽ നമ്മുടെ ആ ഇച്ഛന്റെ പിന്നാലെ പോവാണ്. അപ്പൊ രണ്ട് ഇലാഹുകളുണ്ട്. ഒന്നെന്താ? പടച്ചോനാകുന്ന യഥാർത്ഥ ഇലാഹ്, രണ്ടാമത്തത് നമ്മുടെ ഇച്ഛയാകുന്ന, ദേഹേച്ഛയാകുന്ന ഇലാഹ്. നമ്മൾ ഏതിനെയാണ് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാറുള്ളത്? ഇതാണ് അടിസ്ഥാനപരമായ ചോദ്യം. ഈ ലിബറലിസം എന്ന് പറയുന്നത് തന്നെ നമ്മൾ വേണമെങ്കിൽ അവനിസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സ്വന്തം കാര്യം, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടം, സ്വന്തം ദേഹേച്ഛ, സ്വന്തം ആഗ്രഹങ്ങൾ, ഇതിന്റെ പിന്നാലെ പോവുക, ഇതിനെയാണ് ലിബറലിസം എന്ന് പറയാം. അപ്പോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ പ്രശ്നങ്ങളിലും നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കാറുള്ളത് എന്നുള്ളത് ഇവിടെ വളരെ കൃത്യമായി നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. അപ്പോ ഇതിന്റെ പ്രശ്നം എന്താ? ഇങ്ങനെ ഓരോ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും. അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെ ഈ രൂപത്തിൽ ആലോചിച്ച് അതുകൊണ്ട് എന്താ കുഴപ്പം, അതുകൊണ്ട് ഇപ്പൊ എന്താ പ്രശ്നം എന്ന രൂപത്തിൽ നമ്മൾ നിലപാടെടുത്താൽ അവസാനം സംഭവിക്കുന്ന ചോദിച്ചാൽ ഇതാണ് ശരി എന്ന ഒരു ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവും. അതായത് ഇപ്പം ഈ പറഞ്ഞ ഒരു കല്യാണത്തിന്റെ തലേന്ന് ഒരു സംഗീത പാർട്ടി ഉണ്ടാക്കുന്നു. അവിടെ നമ്മൾ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ അതുകൊണ്ട് ഇപ്പൊ എന്താ കുഴപ്പം, അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയാൽ നമുക്ക് പരമാവധി എല്ലാവരും ഒന്ന് സന്തോഷിപ്പിച്ചൂടെ, കുടുംബക്കാരും എല്ലാവരും വന്നിട്ടൊന്ന് ആഹ്ലാദിച്ചൂടെ, ആഘോഷിച്ചൂടെ, ഇതാണ് ചിന്തിക്കുന്നത്. അപ്പോ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതുകൊണ്ട് എന്താ കുഴപ്പം, അല്ലെ? അതുകൊണ്ട് എന്താ കുഴപ്പം? ഇങ്ങനെ പല വിഷയങ്ങളിലും ദീനിനു വിരുദ്ധമായി പറയാൻ അല്ലെങ്കിൽ ചെയ്യാൻ നമ്മൾ സ്ഥിരമായി പറയുന്ന ന്യായമാണ് ഈ അതുകൊണ്ട് എന്താ കുഴപ്പം എന്ന ചോദ്യം. അപ്പോൾ നമ്മൾ ആ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്തു, ആ പ്രവൃത്തി ചെയ്ത് അപ്പോൾ തന്നെ അതുകൊണ്ട് എന്തെങ്കിലും ഒരു കുഴപ്പം നമ്മൾ കാണുന്നുണ്ടോ ഇല്ലേ, അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ ഇല്ലേ? ഇല്ല, പൊതുവിൽ ഇല്ല. അതുകൊണ്ടാണ് നമ്മളത് ഒരു തെറ്റല്ല എന്ന് മനസ്സിലാക്കുന്നത്, അല്ലെ? ഇപ്പോ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം. അവിടെ എന്താ വെച്ചാൽ, അവിടെയുള്ള കുട്ടികൾ, എഞ്ചിനീയറിംഗ് കോളേജിലുള്ള CET എഞ്ചിനീയറിംഗ് കോളേജിലുള്ള കുട്ടികൾ, അവര് ഈ കോളേജിന്റെ ഒക്കെ സമയം കഴിഞ്ഞ് സന്ധ്യയ്ക്ക് ശേഷം അല്ലെങ്കിൽ മഗ്‌രിബിനൊക്കെ ശേഷം അവിടെയുള്ള നാട്ടിലുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ അവര് ഒരുമിച്ചിരിക്കാനും അതുപോലെ തന്നെ കുറച്ച് അമിതമായ രൂപത്തിൽ ആളുകൾക്ക് കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള ചില പ്രവർത്തികളിലൊക്കെ ഏർപ്പെടുകയും അങ്ങനെയൊക്കെ ചെയ്തു. നാട്ടുകാർക്ക് അത് ബുദ്ധിമുട്ടായി, കാരണം അവരുടെ മക്കളടക്കം അതിലൂടെ നടന്നു പോകുന്നവരാണ്. അതുകൊണ്ട് അത് അവസാനിപ്പിക്കണമെന്ന് അവർ പറഞ്ഞു. ഇവർ കേൾക്കുന്നില്ല. അവസാനം അവർ ചെയ്തെന്താ ചോദിച്ചാൽ,
ഈ ബസ് സ്റ്റോപ്പിൽ നീണ്ട സീറ്റുകൾ ഉണ്ടാകുമ്പോഴാണ് ഇത് പ്രശ്നം. അതുകൊണ്ട് ആ സീറ്റുകൾ മുറിച്ച് 3 സീറ്റുകളാക്കി മാറ്റി, ഒരാൾക്ക് നേരെ ഇരിക്കാൻ മാത്രം പറ്റുന്ന 3 സീറ്റുകളാക്കി മാറ്റി. ഒരുപക്ഷെ നമ്മളൊക്കെ വാർത്തയിൽ വായിച്ചിട്ടുണ്ടാവും. അപ്പോ അവിടെ അതിനുശേഷം അതിന്റെ പിറ്റേന്ന് സംഭവിച്ചൊരു സംഭവം എന്താ ചോദിച്ചാൽ, ഇങ്ങനെ 3 സീറ്റുകളാക്കിയപ്പോ അവിടെ ആ കുട്ടികൾ അതിനോട് പ്രതികരിച്ച് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഇങ്ങനെ എന്തായാലും ഞങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തികൾക്ക് എതിരായിക്കൊണ്ട് നിങ്ങൾ 3 സീറ്റുകളാക്കിയല്ലോ, ഒരാൾക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന സീറ്റാക്കിയല്ലോ, എങ്കിൽ ഞങ്ങളിതാ അവിടെ ഇരുന്നു കൊണ്ട് ഒരു മടിയിലിരിക്കൽ സമരം നടത്താൻ പോവാണ്. അതായത് ആൺകുട്ടികളുടെ മടിയിൽ പെൺകുട്ടികൾ ഇരുന്നു കൊണ്ട് ഒരു സമരം നടത്താൻ പോവാണ്. അങ്ങനെ സമരം നടത്തി അത് പത്രത്തിലും അതുപോലെ തന്നെ ചാനലുകളിലൊക്കെ വാർത്തയായി വലിയ രൂപത്തിൽ കുട്ടിഘോഷിക്കപ്പെട്ടു. അപ്പോ അന്ന് അങ്ങനെ ആ കുട്ടികൾ ആ ചെയ്ത പ്രവൃത്തിയെ തുടർന്ന് അന്നുണ്ടായ ഒരു പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുള്ള ഒരു പ്രധാന ചോദ്യമുണ്ട്. നമ്മൾ പോലും പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു പെൺകുട്ടി ആൺകുട്ടിയുടെ മടിയിലിരുന്നാൽ ഇപ്പൊ എന്താ പ്രശ്നം? ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമോ? ഇതായിരുന്നു ആ ചോദ്യം. അതായത് ആ പ്രവൃത്തി അത് ചെയ്തു, ആ പ്രവൃത്തി തെറ്റാണ് എന്നാണ് ഒരു വിഭാഗം ജനങ്ങൾ വാദിക്കുന്നത്. പക്ഷെ ഇവിടെ തിരിച്ചു ചോദിക്കുകയാണ്, അങ്ങനെ ചെയ്തത് കൊണ്ട് ഇപ്പൊ എന്താ പ്രശ്നം, എന്താ കുഴപ്പം? ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീണിട്ടുണ്ടോ? ഇത് ഞാൻ പറയുന്നത് ഇത് കുറച്ചും കൂടി ഒരു എക്സ്ട്രീം ആയ ഒരു കേസ് ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ നമ്മൾ പോലും ഇതേ ചോദ്യം പല കാര്യങ്ങളിലും ചോദിക്കാറുണ്ട്. ഈ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴോ, അതുകൊണ്ട് ഇപ്പൊ എന്താ കുഴപ്പം എന്നുള്ളത്. കാരണം കുട്ടികൾ എന്താ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ ഈ ചോദിക്കുന്ന ആളുകൾ ആലോചിക്കുന്നത് എന്താ? ഒരു പെൺകുട്ടി ആൺകുട്ടിയുടെ മടിയിലിരിക്കുന്നു, ആ മടിയിലിരുന്ന് അവരെങ്ങനെ പോയി, അവരെണീറ്റ് പോയി, അതുകൊണ്ട് ആ പ്രകടമായി ഒരു പ്രശ്നം അവിടെ കാണുന്നില്ല. ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞിട്ടില്ല, ഭൂമി കുലുങ്ങിയിട്ടില്ല, കാര്യമായ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അങ്ങനെ കാര്യമായ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇതിനെ എതിർക്കുന്നത്? ഇതിന്റെ കുറച്ചും കൂടി പോളിഷ്ഡ് ആയ ഒരു വേർഷൻ പലപ്പോഴും നമ്മളൊക്കെ ഭയങ്കര വലിയ തത്വശാസ്ത്രം എന്നുള്ള നിലക്ക് പറയാറുണ്ട്, എന്റെ സ്വാതന്ത്ര്യം നിന്റെ മൂക്കിൻ തുമ്പ് വരെ. കാരണം എനിക്ക് എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്? നിന്റെ മൂക്കിൻ തുമ്പ് വരെ, അഥവാ നിന്നെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം. ഇതാണ് പൊതുവിൽ നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പോലും ചിലപ്പോൾ ആ വാചകങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് അറിയുണ്ടാവില്ല നമ്മൾ ഇതാണ് പറയുന്നത് എന്നുള്ളത്. ഇതിന്റെ അടിസ്ഥാനം എന്താ? മറ്റൊരാളെ ഉപദ്രവിക്കുന്നിടത്തോളം ഒരു കാര്യവും തെറ്റാണെന്ന് പറയാൻ പാടില്ല. മറ്റൊരാളെ ഉപദ്രവിക്കാത്തിടത്തോളം എല്ലാം ശരിയാണ്. മറ്റൊരാളെ ഉപദ്രവിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. അപ്പൊ തെറ്റിനും ശരിക്കും വേറെ ഒരു മാനദണ്ഡം ഉണ്ടാക്കാൻ. അതെന്താ? മറ്റൊരാളെ ഉപദ്രവിക്കാതിരിക്കുക. അപ്പോ ഈ പറഞ്ഞ കാര്യം എടുക്കുക. ഒരു പെൺകുട്ടി ആൺകുട്ടിയുടെ മടിയിലിരിക്കുന്നു, അതുകൊണ്ട് ഇപ്പൊ ആർക്കെങ്കിലും ഉപദ്രവം ഉണ്ടോ? ആർക്കെങ്കിലും അതുകൊണ്ട് വേദന ഉണ്ടാവുന്നുണ്ടോ? പ്രശ്നം ഉണ്ടാവുന്നുണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് അത് പ്രശ്നമില്ല. ഇത് അവിടെ നിൽക്കുവോ? ഈ യുക്തികളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അത് എവിടെയെങ്കിലും കൊണ്ടുപോയി പിടിച്ചു കെട്ടാൻ നമുക്ക് പറ്റൂല. ഇത് അവിടെ നിൽക്കുവോ? ഓക്കെ, മടിയിലിരുന്നോണ്ട് പ്രശ്നമില്ല, കെട്ടിപ്പിടിച്ചുകൊണ്ട് പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുവോ, ഭൂമി കുലുങ്ങുവോ? ഒന്നും സംഭവിക്കൂല. ഇങ്ങനെ ഏത് കാര്യത്തിനും ന്യായീകരണമായി കൊണ്ട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഒരു വ്യഭിചാരത്തിന് വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ആളുകളുണ്ട്. അവർ ചോദിക്കുന്ന എന്താ? ഒരാണും പെണ്ണും അവരുടെ ഇഷ്ടപ്രകാരം വ്യഭിചരിച്ചാൽ ഇപ്പൊ എന്താ പ്രശ്നം? ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുവോ? ആർക്കെങ്കിലും ഉപദ്രവമുണ്ടോ? അപ്പൊ പറയുന്നത് എന്താ വെച്ചാൽ, ഈ ന്യായമാണ് എല്ലാത്തിലേക്കും നയിക്കുന്നത്. ലിബറലിസം അടിസ്ഥാനപരമായി കൊടുത്ത ന്യായാണിത്. അതിനാണ് നമ്മൾ ഹാം പ്രിൻസിപ്പൽ എന്ന് പറയാം. ഇത് വെറുതെ ഉണ്ടാവുന്നല്ല. നമ്മളൊക്കെ പലപ്പോഴും ചോദിച്ചിട്ടുള്ള, അതുകൊണ്ട് എന്താ കുഴപ്പം, ഇതിപ്പോ എന്തിനാ ഇപ്പൊ ഇത് ഹറാമൊക്കെ ആക്കിയത്, അതുകൊണ്ട് ഇപ്പൊ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന ആ ചോദ്യം ഉണ്ടല്ലോ, അത് നിഷ്കളങ്കമായി ഉണ്ടാകുന്നതല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിഷ്കളങ്കമായി നമ്മൾ ചോദിക്കുന്ന ചോദ്യമല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. കാരണം അതിന് കൃത്യമായ പ്രത്യയശാസ്ത്ര അടിത്തറയുണ്ട്. എന്താണ് ആ പ്രത്യയശാസ്ത്ര അടിത്തറ? ഹാം പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ലിബറലിസം ഉണ്ടാക്കിയ ഒരു അടിസ്ഥാനം. അതായത് നിങ്ങൾ ഒരു പ്രവൃത്തി ചെയ്യുന്നു, ആ പ്രവൃത്തി ശരിയോ തെറ്റോ, ധാർമ്മികമോ അധാർമികമോ എന്ന് നിശ്ചയിക്കേണ്ടത് മതമോ ദൈവമോ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളോ ഖുർആനോ ഹദീസോ ഒന്നും അല്ല. മറിച്ച് നിങ്ങൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, വേറെ ആർക്കെങ്കിലും പ്രത്യക്ഷമായി എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ടോ? ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, നിങ്ങൾ അതിൽ മാറി നിൽക്കണം. കാരണം മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കാണല്ലോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മറ്റൊരാൾക്കൊരു ഹാം ഉണ്ടാക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതാണ് നമ്മൾ നിരന്തരമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിരന്തരമായി പഠിപ്പിക്കുന്ന ഒരു കുട്ടിയോട് നമ്മൾ ഒരിക്കലും ഇസ്ലാമിന്റെ ധാർമ്മികത പറഞ്ഞ അവന്റെ തലയിൽ കയറൂല. ഇപ്പോ ഈയിടെയൊക്കെ കൂടുതൽ ചർച്ചയായി വരുന്ന കാര്യങ്ങളാണ് ഈ സ്വവർഗരതി എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് LGBT എന്നൊക്കെ പറയും. ഇതൊക്കെ നമ്മുടെ കുട്ടികൾ ഇതിന്റെ പിന്നാലെ പോകാൻ എന്താ കാരണം? ആരെങ്കിലും അവർക്ക് LGBT ക്ലാസ്സോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അധാർമികതകളെ കുറിച്ചുള്ള ക്ലാസ് എടുത്തു കൊടുത്തോണ്ടാണോ? അല്ല. നമ്മുടെ കുട്ടികൾ ആരും അങ്ങനെയുള്ള ക്ലാസ്സിനൊന്നും പോകുന്നില്ല. നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ആ ക്ലാസ് നിരന്തരമായി നടക്കുന്നുണ്ട്. എവിടെ? അവർ ഉപയോഗിക്കുന്ന ഫോണിൽ.
അവരുപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയിൽ, അല്ലെങ്കിൽ നമ്മൾ പോലും ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയിൽ അത് നിരന്തരമായി നടക്കുന്നു. അവിടെയാണ് സ്വവർഗരതി എന്ന് പറയുമ്പോൾ അവരെന്താ ചിന്തിക്കുന്നത്? രണ്ടാളുകൾ, ആണോ പെണ്ണോ, ആണുമാണുമോ, അല്ലെങ്കിൽ പെണ്ണും പെണ്ണുമോ, ആരോ ആയിക്കോട്ടെ, അവരവരുടെ ഇഷ്ടപ്രകാരം അവരുടെ സ്വകാര്യതയിൽ അവരെന്തോ ചെയ്തോട്ടെ, നമുക്ക് ഉപദ്രവമുണ്ടോ? നമുക്കതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. പിന്നെന്തിനാ നമ്മൾ തെറ്റാന്ന് പറയാൻ പോകുന്നത്? അപ്പൊ ചിന്തിക്കുമ്പോൾ വളരെ ന്യായമായി തോന്നാവുന്ന ഒരു കാര്യമാണ്. ആ ഒരു പക്ഷേ നമുക്ക് പോലും ഒരു പക്ഷേ കൃത്യമായ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടിസ്ഥാനങ്ങളില്ലെങ്കിൽ നമുക്ക് പോലും ശരിയായി തോന്നുന്ന ഒരു കാര്യമാണ്. രണ്ടാൾക്കാർ അവരുടെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്യുന്നതിന് നമ്മൾ എന്തിനാണ് അതിനെ എതിർക്കുന്നത്? നമ്മൾ എന്തിനാണ് അത് തെറ്റാണെന്ന് പറയാൻ പോകുന്നത്? നമ്മൾ എന്തിനാണ് അവിടെ സദാചാരം പറയാൻ പോകുന്നത്? ഇവിടെ ഈ ചോദ്യത്തിന്റെ അടിസ്ഥാനമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ തന്നെ ഓരോ പ്രവൃത്തിയുടെയും ശരി തെറ്റുകളെ നമ്മുടെ യുക്തി വെച്ച്, നമ്മുടെ ഇച്ഛകൾക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, അത് ശരിയോ തെറ്റോ എന്ന് വേർതിരിക്കുക. ശരിയും തെറ്റും വേർതിരിക്കാൻ വേണ്ടി നമ്മൾ തന്നെ ചില അടിസ്ഥാനങ്ങൾ ഉണ്ടാക്കുകയാണ്. അത് നമ്മൾ ഉണ്ടാക്കിയതല്ല, ലിബറലിസം നമ്മളെ പഠിപ്പിച്ച, നിരന്തരമായി സിനിമകളിലൂടെയും റീലുകളിലൂടെയും ഷോർട്ടുകളിലൂടെയും അതുപോലെ തന്നെ പിന്നെ നോവലുകളിലൂടെയും എല്ലാം നമ്മളറിയാതെ നമ്മളെ പഠിപ്പിച്ച ഒരു ആശയമാണിത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന്റെ പ്രശ്നം നമ്മൾ നോക്കേണ്ടത് പ്രകടമായി എന്തെങ്കിലും അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടുള്ള അടുത്തൊരു വിഷയം വരും. ശരി, എന്നാലും അതൊരു ശരിയല്ലേ? മറ്റൊരാളെ ഉപദ്രവിക്കാത്തിടത്തോളം കാര്യം നമ്മൾ എന്തിനാണ് തിന്മ എന്ന് പറയുന്നത്? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ യുക്തിയുടെയും ചിന്തയുടെയും പരിമിതികൾ. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കാം, നമ്മളൊരു ചെയ്യുന്ന ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാണ്, അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഹാം ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഉദാഹരണം എടുക്കുക. ഇപ്പൊ വ്യഭിചാരം ചെയ്യുന്ന ഒരാൾ പറയുന്ന ന്യായം, ഇതുകൊണ്ട് എന്താ പ്രശ്നം? അതുകൊണ്ട് ആ രണ്ടാൾക്കാർ ഇഷ്ടപ്രകാരമല്ലേ ചെയ്യുന്നത്, വേറെ ആരെയും ഉപദ്രവിക്കുന്നില്ലല്ലോ. പ്രത്യക്ഷത്തിൽ നോക്കുകയാണെങ്കിൽ ശരിയാണ്. കാരണം അവർ ചെയ്യുന്ന പ്രവൃത്തി അവർക്ക് രണ്ടാൾക്കും ഇഷ്ടമാണ്, വേറെ ആരെയും അതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നില്ല. അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ സ്വകാര്യതയിൽ അവരുടെ റൂമിൽ കുറ്റിയിട്ടിട്ടാണ് ചെയ്യുന്നത്, വേറെ ആരെയും അത് ബാധിക്കുന്നില്ല. അവിടെ നമ്മളോട് ചോദിക്കുകയാണ്, എന്തിനു നമ്മൾ ഇത് തെറ്റാണെന്ന് പറയുന്നു? അപ്പൊ അവര് പറയുന്നത് അതുകൊണ്ട് ഒരു ഉപദ്രവം ഇല്ലാതാണ്. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, വ്യഭിചാരം എന്നുള്ളത് ആ പ്രവൃത്തി കൊണ്ട് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടോ? നമുക്ക് പരിശോധിച്ചോ കാണാൻ സാധിക്കും. അപ്പൊ തന്നെ ആകാശത്തിന് പൊളിഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ ഭൂമി കുലുങ്ങൊന്നും ചെയ്യൂലെങ്കിലും വ്യഭിചാരം എന്ന പ്രവൃത്തി സമൂഹത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഒരു മനുഷ്യന്റെ, പ്രത്യേകിച്ചും ഒരു സമൂഹത്തിന്റെ അടിസ്ഥാന യൂണിറ്റായ കുടുംബത്തെ തകർക്കുന്ന ഒരു കാര്യമാണ് വിവാഹത്തിന് മുമ്പോ ശേഷമോ ഉള്ള വ്യഭിചാരം എന്ന് പറയുന്നത്. അപ്പൊ ആ ചെയ്യുന്ന പ്രവൃത്തി കുടുംബം എന്ന ഒരു സമൂഹത്തിന്റെ അടിസ്ഥാന യൂണിറ്റിനെ തകർക്കുന്നതാണ്. കുടുംബം തകർന്നാൽ സമൂഹം തകരും. സമൂഹത്തിന്റെ തന്നെ തകർച്ചക്ക് കാരണമാകുന്ന പ്രവൃത്തിയാണിത്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ രണ്ടാൾക്കാർ അവരുടെ ഇഷ്ടപ്രകാരം എന്തോ ചെയ്യുന്നു, അതുകൊണ്ട് ആർക്കും ഒരു ഉപദ്രവം ഇല്ല. ഇങ്ങനെയാണ് നമ്മൾ പലപ്പോഴും കാര്യങ്ങളെ, കാരണം നമുക്ക് എന്ത് ചെയ്യില്ല, ഒരു കാര്യത്തിന്റെ ദൂരവ്യാപകമായ ഇതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് പഠിക്കാനോ മനസ്സിലാക്കാനോ മനുഷ്യന് പരിമിതികളുണ്ട്. ഇപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ചിന്തിച്ചാൽ മനസ്സിലാവാത്ത പല വിഷയങ്ങളും ഉണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പം സ്വവർഗരതി, നേരത്തെ പറഞ്ഞ സ്വവർഗരതി, അവിടെ ആലോചിച്ച് നോക്കുകയാണ്, രണ്ട് ആളുകൾ അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ സ്വകാര്യതയിൽ ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് എന്താ പ്രശ്നം? എന്നാൽ നമുക്കറിയാം ഈ സ്വവർഗരതിയൊക്കെ വ്യാപകമായതിനു ശേഷം അത്തരം സൊസൈറ്റിയിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളൊക്കെ പറയുന്ന കാര്യം എന്താ ചോദിച്ചാൽ, ഈ സ്വവർഗരതി ചെയ്യുന്ന ആളുകളിലാണ് ഇത്തരത്തിലുള്ള ലൈംഗികമായ രോഗങ്ങൾ വളരെ വ്യാപകമായിട്ടുള്ളത്. എയ്ഡ്സും ഗൊണോറിയയും സിഫിലിസും അതുപോലെയുള്ള രോഗങ്ങളെല്ലാം വളരെ വ്യാപകമായിട്ടുള്ളത് ഈ സ്വവർഗരതി ചെയ്യുന്ന ആളുകളിലാണ്, അത്തരക്കാരായ ആളുകളിലാണ്. അവരിലൂടെയാണ് അത് സ്പ്രെഡ് ചെയ്യുന്നത്. ഏതുവരെ ചോദിച്ചാൽ, ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മളെല്ലാവരും വായിച്ച ഒരു വാർത്തയാണ് മങ്കി പോക്സുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത. മങ്കി പോക്സ് എന്ന് പറയുന്ന ആ രോഗം, അത് 99% അത് ആരിലാണ്? പുരുഷ സ്വവർഗാനുരാഗികളിലാണ്. എന്നിട്ട് WHO, ആഗോള ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു വേൾഡ് ഹെൽത്ത് എമർജൻസി പ്രഖ്യാപിക്കുകയാണ്, ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ്, ഇതൊന്ന് നിയന്ത്രിക്കാൻ വേണ്ടി. ഇല്ലെങ്കിൽ ഇത് വ്യാപകമാകും, പ്രശ്നമാവും. അപ്പൊ ആലോചിച്ച് നോക്കാം, നമ്മൾ വളരെ ചെറിയ യുക്തി കൊണ്ട് ആലോചിച്ചിട്ട് പറയാണ് രണ്ടാളുകൾ സ്വവർഗരതി ചെയ്ത ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ നമുക്കറിയാം ആ ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്ന് നമ്മൾ ചോദിച്ച അതേ പ്രവൃത്തിയുടെ പേരിലാണ് ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വരുന്നത്. ഇവിടെ വലിയ രൂപത്തിലുള്ള ലൈംഗികമായ രോഗങ്ങൾ വ്യാപകമാകുന്നത്, കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോ ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മുടെ പരിമിതമായ യുക്തി വെച്ചിട്ട് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ അതുകൊണ്ട് ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലോ, നേരിട്ട് നമ്മൾ ഇതിനെ നോക്കുമ്പോൾ പ്രശ്നമൊന്നും കാണുന്നില്ലല്ലോ. എന്നാൽ അത് ഏതാനും
വർഷങ്ങൾ എടുത്ത് നോക്കുമ്പോൾ, പതിറ്റാണ്ടുകൾ എടുത്ത് നോക്കുമ്പോൾ അതിന്റെ പ്രശ്നങ്ങൾ വളരെ വിസിബിൾ ആണ്. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം പല പ്രവർത്തികളുടെയും ഹാം, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള പ്രശ്നം, അതുകൊണ്ടുള്ള ഹാം നമുക്ക് ബോധ്യപ്പെടാൻ തന്നെ ചിലപ്പോ വർഷങ്ങളോ പതിറ്റാണ്ടുകളോ ചിലപ്പോൾ നൂറ്റാണ്ടുകളോ എടുത്തേക്കാം. അതിന്റെ അർത്ഥം എന്താ? നമുക്ക് നമ്മുടെ അറിവിന്റെ പരിമിതിയാണത്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലടക്കം കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കപ്പെട്ട ഒരു പദ്ധതിയുണ്ട്. എന്താ വെച്ചാൽ ജനന നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. നമ്മൾ പോലും ചിലപ്പോൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, മാൾത്തൂസിന്റെ സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞ്. അതായത് ആളുകൾ കൂടിയാൽ, പോപ്പുലേഷൻ കൂടിയാൽ ഇവിടെ വിഭവം കുറയും, അതുകൊണ്ട് പട്ടിണി ഉണ്ടാകും എന്ന് പറയുന്ന തിയറി നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഭയങ്കര സിമ്പിളായ യുക്തിയാണ്. കാരണം ആള് കൂടുമ്പോൾ പിന്നെ വിഭവങ്ങൾ കുറയും, അതുകൊണ്ട് പട്ടിണി ഉണ്ടാവും. വളരെ സിമ്പിളായ യുക്തിയാണ്. നമ്മളെല്ലാവരും അത് പഠിച്ചു, വായിച്ചു, എക്സാമിൽ അത് എഴുതി, മാർക്ക് വാങ്ങി, നമ്മളെല്ലാവരും അത് വിശ്വസിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായി ഇവിടെ അടക്കം ജനന നിയന്ത്രണ പരിപാടികളും അതുപോലെ തന്നെ യജ്ഞങ്ങളും എല്ലാം നടപ്പിലാക്കി പരമാവധി ഒരു ദമ്പതികൾക്ക് 2 കുട്ടി എന്ന് പറഞ്ഞു, പിന്നെ 1 കുട്ടി എന്ന് പറഞ്ഞു, പിന്നെ കുട്ടിയെ വേണമെങ്കിൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പരമാവധി കുട്ടികളുടെ എണ്ണം കുറക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലായിരുന്നു ഗവൺമെന്റുകൾ. പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളും ചൈനയും ജപ്പാനും ഒക്കെ അതിൽ വളരെ മുന്നിലായിരുന്നു. ചൈനയിലൊക്കെ 1 കുട്ടിക്ക് അപ്പുറത്തേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫൈൻ അടക്കുകയും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. പക്ഷെ ഇപ്പം ഈ കഴിഞ്ഞ ഏതാനും ഒരു 3-4 വർഷങ്ങൾക്കുള്ളിൽ യൂറോപ്പിൽ നിന്നും ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നും ഈവൻ കേരളത്തിൽ നിന്ന് അടക്കം വരുന്ന വാർത്തകൾ എന്താണ്? ഈ ജനന നിയന്ത്രണം എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചാൽ, വയസ്സന്മാര് മാത്രമുള്ള ഒരു സൊസൈറ്റി ഉണ്ടാവുകയും അവരെ നോക്കാൻ ആളില്ലാത്തൊരു സൊസൈറ്റി ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ വലിയൊരു തകർച്ചയിലേക്ക് ഈ രാജ്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോ പിന്നെ കഴിഞ്ഞ മാസം വന്നിട്ടുള്ള വാർത്തയാണ്, ചൈനയുടെ പ്രസിഡന്റ് അവിടെയുള്ള സ്ത്രീകളോട് കരഞ്ഞു പറഞ്ഞു എന്നാണ്, നിങ്ങൾ പ്രസവിക്കൂ, കൂടുതൽ പ്രസവിക്കൂ, കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കൂ. അതേപോലെ തന്നെ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ ഇല്ലാതാകുന്നതിനെ കുറിച്ചാണ് ഇപ്പൊ ചർച്ചയാവുന്നത്. കാരണം അവിടെ യങ് പോപ്പുലേഷൻ കുറഞ്ഞു വന്ന് ഇനി ആ സൊസൈറ്റി തന്നെ ഇല്ലാതാകുന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഗ്രേയിങ് ഓഫ് യൂറോപ്പ് എന്നുള്ള പ്രതിഭാസത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നരക്കുന്ന യൂറോപ്പ്. കാരണം യൂറോപ്പിൽ ചെറിയ തലമുറയില്ല, അധ്വാനിക്കാൻ കഴിവുള്ള പ്രൊഡക്റ്റീവായ തലമുറയില്ല, വയസ്സന്മാർ മാത്രമുള്ള, അവരെ തന്നെ നോക്കാൻ ആളില്ലാത്ത രൂപത്തിലുള്ള ഒരു സൊസൈറ്റിയാണ് ഉള്ളത്. യൂറോപ്പിൽ നിന്നൊക്കെ ഒരുപാട് വാർത്തകൾ, ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. പലപ്പോഴും പല പ്രായമുള്ള ആളുകളും മരണപ്പെട്ട് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ടാണ് അങ്ങനെ ആൾക്കാർ ഉണ്ട് എന്നുള്ളതും അല്ലെങ്കിൽ അവർ മരിച്ചിട്ടുണ്ട് എന്നുള്ളതും പോലും മനസ്സിലാക്കുന്നത്. അങ്ങനെ കുടുംബ സംവിധാനം തകർന്ന, അതുപോലെ തന്നെ നോക്കാൻ ആളില്ലാത്ത ആ സൊസൈറ്റി തന്നെ തകരുന്ന രൂപത്തിലേക്ക് എത്തിയപ്പോ ഇപ്പൊ അവര് പറയണത്, അതല്ല ശരി, ഈ ജനന നിയന്ത്രണം പാടില്ല, പരമാവധി കുട്ടികൾ ഉണ്ടാവുകയാണ് വേണ്ടത്. മനുഷ്യ വിഭവമാണ് ഏറ്റവും വലിയ വിഭവം എന്ന് പറയുന്നത്, മനുഷ്യ സമ്പത്താണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്, മനുഷ്യന്മാർക്കാണ് അധ്വാനിക്കാൻ കഴിയുക, അതുകൊണ്ട് അധ്വാനിക്കാൻ കഴിവുള്ള ജനസംഖ്യയുള്ള രാജ്യങ്ങളാണ് മുന്നോട്ട് വരിക എന്ന് പറഞ്ഞിട്ട് ആ രൂപത്തിലേക്ക് ഇപ്പം അതിന്റെ പോളിസി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ വളരെ പരിമിതമായ യുക്തി വെച്ചിട്ട് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ശരിയാണ്, ആളുകൾ കൂടിയാൽ വിഭവങ്ങൾ കുറയും, വിഭവങ്ങൾ കുറഞ്ഞാൽ പട്ടിണി ഉണ്ടാവും. പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചത്. ആളുകൾ കുറയുന്നിടത്ത് വിഭവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഡക്ടിവിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അവിടെ ആ രാജ്യം തന്നെ തകരുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ പരിമിതമായ യുക്തിയിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല പലതിന്റെയും പ്രത്യാഘാതങ്ങൾ, പലതിന്റെയും ഹാം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, അതിനപ്പുറത്തേക്കാണ് പലതിന്റെയും യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇത് പൂർണ്ണമായി ഉൾക്കൊള്ളാനോ പൂർണ്ണമായി മനസ്സിലാക്കാനോ നമുക്ക് സാധിക്കുന്നില്ല എന്നിടത്താണ് പ്രശ്നം. അപ്പൊ അവിടെ നമ്മൾ അടിസ്ഥാനപരമായി ദീന് പറയുന്നത് എന്താ? ആ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഇതിന്റെ ആദ്യ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഇസ്ലാം പറയുന്നത് എന്താ ചോദിച്ചാൽ, നമ്മെ സൃഷ്ടിച്ച ആണിനെയും പെണ്ണിനെയും മുതലാളിയെയും തൊഴിലാളിയെയും അതുപോലെ തന്നെ ആരോഗ്യമുള്ളവനെയും രോഗമുള്ളവനെയും എല്ലാവരെയും സൃഷ്ടിച്ച, എല്ലാവരുടെയും മനസ്സും ശരീരവും എല്ലാം അറിയുന്ന പടച്ചവന് ഓരോ പ്രവൃത്തിയുടെയും പ്രത്യാഘാതങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും എല്ലാം പരിപൂർണമായി അറിയാൻ സാധിക്കും. അങ്ങനെ പരിപൂർണമായി എല്ലാറ്റിനെ പറ്റിയും അറിയുന്നവനാണ് ഒരു കാര്യം തെറ്റോ ശരിയോ എന്ന് പറയേണ്ടത്. അപ്പോ സ്വർഗരതി നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ചിലപ്പം അതുകൊണ്ടൊരു പ്രശ്നവും ഇല്ലല്ലോ എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ആ പ്രവൃത്തി കൊണ്ട് പ്രശ്നം ഉണ്ട് എന്നുള്ളത് പതിറ്റാണ്ടുകൾ കൊണ്ട് നമുക്ക് ബോധ്യമായി. അതുപോലെ തന്നെയാണ് ലിവിങ് ടുഗദർ, വിവാഹമില്ലാതെ ഒരുമിച്ച് ജീവിക്കുക. പറയുമ്പോൾ ഭയങ്കര സിമ്പിളായ ആശയമാണ്. ഇഷ്ടമുള്ളപ്പോൾ ജീവിക്കുക, ഇഷ്ടമില്ലാത്തപ്പോൾ പിരിഞ്ഞു പോവുക. വളരെ സിമ്പിളായ ഒരു കാര്യം. ഈ വിവാഹം, നിക്കാഹ്, അതിൻ്റെതായ പ്രശ്നം, ഗാർഹിക പീഡനം, അങ്ങനെയുള്ള പ്രശ്നം, അമ്മായിയമ്മ, ഇതൊന്നും ഇല്ലാത്ത വളരെ സുന്ദരമായ ലോകം ചിന്തിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഇത് നടപ്പിലാക്കപ്പെട്ട യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിൽ എന്ത് സംഭവിച്ചു ചോദിച്ചാൽ, അവിടെ നിന്നുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ ലിവിങ് ടുഗദറിൽ ഒരുമിച്ച് ജീവിക്കുന്ന ആളുകൾ, കല്യാണത്തിലൂടെ അല്ലാതെ ഒരുമിച്ച് ജീവിക്കുന്ന ആളുകൾ, അവർക്കാണ് കൂടുതൽ ഡിപ്രഷൻ, അവർക്കാണ് കൂടുതൽ ഫിസിക്കൽ അബ്യൂസ്, പീഡനം കൂടുതൽ ഈ ഇത്തരത്തിലുള്ള സ്ത്രീകൾക്കാണ്.
അതുപോലെ തന്നെ അവരിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെ 1000 പ്രശ്നങ്ങളുടെ ലിസ്റ്റാണ് നമുക്ക് എണ്ണി പറയാൻ പറ്റുക. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ വളരെ സിമ്പിളായി യുക്തി വെച്ചിട്ട് ആലോചിക്കുകയാണ്, ഈ കല്യാണം അതുകൊണ്ടൊക്കെ ആണല്ലോ ഈ പ്രശ്നം, അതൊന്നും ഇല്ലെങ്കിൽ വളരെ സുഖമാണല്ലോ, അല്ലെങ്കിൽ അതുകൊണ്ട് പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമല്ലോ നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ അറിവിന് പരിമിതിയുണ്ട്. ഒരു കാര്യം അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടാകും എന്ന് നമുക്ക് ആലോചിച്ചെത്തുന്നതിന് പരിമിതിയുണ്ട്. ആ പരിമിതികളില്ലാത്ത പടച്ചവൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക എന്നതായിരിക്കണം നമ്മുടെ യുക്തി. അതാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ പല കാര്യങ്ങളെയും ദീന് പറയുന്നു, ദീൻ അത് ഹറാമാക്കി ഹലാലാക്കി അത് നിർബന്ധാക്കി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും അത് നിങ്ങൾ വെറുക്കുന്നു, നിങ്ങൾക്ക് അതിനോട് അനിഷ്ടമുണ്ട്. വഹുവ ഖൈറുല്ലക്കും, ശരിക്കും നിങ്ങൾക്കത് നന്മയാണ്. നിങ്ങൾ പല കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്നു, പക്ഷെ ദീൻ അത് ഹറാമാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇക്കാലത്ത് എല്ലാവരും ചെയ്യുന്നതല്ലേ, അത് ചെയ്താൽ നല്ല രസമല്ലേ, അത് ആസ്വദിച്ചൂടെ, അത് ചെയ്യാത്തവരായി ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ന്യായങ്ങൾ നമുക്കുണ്ട്. പക്ഷെ ദീൻ എന്ത് ചെയ്തിട്ടുണ്ട്? അത് വിരോധിച്ചിട്ടുണ്ട്. അസാൻ തുഹിബു ഷൈഅൻ, നിങ്ങളത് ഇഷ്ടപ്പെടുന്നുണ്ട്, ദീൻ അത് വിരോധിച്ചിട്ടുണ്ട്. വഹുവ ശർറുല്ലക്കും, നിങ്ങൾക്കത് ശരിക്കും ഷർറായിരിക്കും, അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് ഉപദ്രവം ഉണ്ടാക്കുന്നതായിരിക്കും. എന്നിട്ട് അവസാനം ആ ആയത്ത് അവസാനിക്കുന്നത് വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അല്ലാഹുവാണ് എല്ലാം അറിയുന്നവൻ, നിങ്ങൾക്ക് അറിവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിന് പരിമിതിയുണ്ട്. ഈ ഒരു അടിസ്ഥാനം ബോധ്യപ്പെടുക എന്നുള്ളതാണ് ഈ ലിബറൽ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു മുസ്ലിമിന് അടിസ്ഥാനപരമായി വേണ്ടത്. എന്തൊക്കെ സംഭവിച്ചാലും, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത വിഷയങ്ങളല്ലാത്ത മറ്റു പലതും വരും. നാളെ വേറൊരു വിഷയമായിരിക്കും വരിക, വേറൊരു വിഷയമായിരിക്കും നമ്മുടെ ഓഫീസിൽ വരിക, വേറൊരു വിഷയമായിരിക്കും നമ്മുടെ കൊളീഗ്സ് നമ്മളോട് പറയാം. ഏത് വിഷയം വന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു അടിസ്ഥാനം ഉണ്ട്. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അല്ലാഹുവിന് എല്ലാം അറിയാം, നമുക്ക് അറിവിന് പരിമിതിയുണ്ട്. എല്ലാം അറിയുന്ന പടച്ചോൻ ആ വിഷയത്തിൽ എന്താ പറഞ്ഞത്, അതാണ് അടിസ്ഥാനപരമായി ശരി. നമ്മൾക്ക് ചിന്തിക്കുമ്പോൾ അത് ശരിയല്ലേ, ഇത് ശരിയല്ലേ, ഇങ്ങനെയല്ല അങ്ങനെയല്ലേ, നമ്മുടെ യുക്തിക്ക് പലതും തോന്നും. കാരണം നമ്മുടെ യുക്തി പരിമിതമാണ്. ആ പരിമിതികളില്ലാത്ത യുക്തിയുള്ള, അല്ലെങ്കിൽ ആ യുക്തിക്കൊരു പരിമിതിയില്ലാത്ത, ചിന്തക്കൊരു പരിമിതിയില്ലാത്ത പടച്ചവൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സമർപ്പിക്കുക എന്നതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ആ കോർ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ പേരിലായിരിക്കണം. അതിനാണ് മുസ്ലിം എന്ന് പറയാം, അല്ലെ? മുസ്ലിം എന്ന് പറഞ്ഞാൽ സമർപ്പിച്ചവൻ. പടച്ചവൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേഹേച്ഛക്കെതിരാണെങ്കിലും അതിനെ സമർപ്പിക്കുക, അതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. കാരണം പ്രത്യേകിച്ചും പ്രൊഫഷണലുകളോടാണ് ഞാൻ സംസാരിക്കുന്നതിലോട്ട്, നമുക്ക് പലപ്പോഴും സംഭവിച്ചു പോകുന്ന പ്രശ്നം ഇതാണ്. ദേഹേച്ഛയിലേക്ക് മനുഷ്യൻ കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഇത്തരം ചിന്തകൾ, നമ്മുടെ ഈ ലിബറലിസവും അല്ലെങ്കിൽ അങ്ങനെ സ്വതന്ത്ര ചിന്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായി പിന്നെ പല പേരുകളിട്ട് വിളിക്കുന്നതിന്റെ ഒക്കെ അടിസ്ഥാനം തോന്നിയാസം, അല്ലെങ്കിൽ തോന്നിയതുപോലെ ജീവിക്കുക, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്തരം ചിന്തകളിലേക്കോ അല്ലെങ്കിൽ അത്തരം പ്രവർത്തികളിലേക്കോ നമ്മൾ പോകുന്നതിന്റെ അടിസ്ഥാനം പലർക്കും പലതാണ്. ഇപ്പോ ഇബിലീസിന്റെ തുടക്കത്തെക്കുറിച്ച്, ഇബിലീസ് പടച്ചവനോട് തർക്കിച്ച് തുടങ്ങുന്ന വിഷയം എടുത്ത് നോക്കിയാൽ തന്നെ നമ്മളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തിന്മകളിലേക്ക് പോകുന്ന ഒരു വഴി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച് ആദം നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്യാൻ മലക്കുകളോടും അതുപോലെ തന്നെ മലക്കുകളുടെ നേതാവായിട്ടുള്ള ജിന്നിൽപ്പെട്ട പിശാചിനോടും അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ച ആ ഒരു സന്ദർഭത്തിൽ മലക്കുകൾ എല്ലാവരും സുജൂദ് ചെയ്യാണ്. കാരണം പടച്ചോൻ കൽപ്പിച്ചു, അത് അനുസരിക്കുക, അതിനപ്പുറത്തേക്ക് വേറെ ചോദ്യമില്ല. പക്ഷെ അവിടെ ഇബ്ലീസ് ഒരു യുക്തി പറയുന്നുണ്ട്. ഇബ്ലീസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഖലഖ്തഹു മിൻ തീൻ, അവനെ, ഈ ആദമിനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്, എന്നെയാകട്ടെ തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അപ്പം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ആദമിന് തീയിൽ നിന്ന് സൃഷ്ടിച്ച ഞാൻ സുജൂദ് ചെയ്യുകയോ? അവിടെ ഒരു ഞാനാണ് കൂടുതൽ കേമൻ, അല്ലെങ്കിൽ ഞാനാണ് കൂടുതൽ അർഹിക്കുന്നവൻ എന്ന ഒരു ചിന്തയാണ് അടിസ്ഥാനപരമായി ഇബ്ലീസിനെ അവിടെ തെറ്റിക്കുന്നത്. ഇത് സൂറത്ത് ബഖറ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിന്റെ അർത്ഥങ്ങളിലൂടെ നമുക്ക് പോയാൽ ബഖറയുടെ തീം തന്നെ ഇതാണ്. ആദ്യം മുനാഫിക്കുകളെ കുറിച്ച് പറയുന്നു, പിന്നെ ജൂതന്മാരെ കുറിച്ച് പറയുന്നു. ഈ ബഖറ അടിസ്ഥാനപരമായി ഈ ഒരു തീമിലാണ് നിൽക്കുന്നത്. ഖുറാനിലെ ഏറ്റവും വലിയ സൂറത്തായിട്ടുള്ള ബഖറയുടെ തീം തന്നെ ഇതാണ്. നമ്മുടെ ഗർവ് നിമിത്തം നമ്മൾ എന്ത് ചെയ്യാണ്? തിന്മകളിലേക്ക് പോവാൻ. നമുക്കെന്തോ ഒരു കൂടുതൽ എക്സ്ട്രാ എന്തോ ഉണ്ട് എന്ന ഒരു ചിന്തയാണ് പലപ്പോഴും ഒരുപാട് ആളുകളെ ദേഹേച്ഛകളിലേക്ക് കൊണ്ടുപോവുക. ഇതാണ് മുനാഫിക്കുകളുടെയും ജൂതന്മാരുടെയും ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഖുർആൻ സ്ഥാപിക്കുന്നത്. അപ്പോൾ പ്രൊഫഷണലുകളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതാണ്. കാരണം പ്രത്യേകിച്ചും ഇവിടെ ഡോക്ടർമാരായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ പിന്നെ എഞ്ചിനീയർമാരായിരിക്കാം, അതുപോലെ തന്നെ ലോയർമാരായിരിക്കാം. ആ രൂപത്തിൽ സമൂഹത്തിൽ കുറച്ചുകൂടിയൊക്കെ ഒരു ബഹുമാനം കിട്ടുന്ന
അറ്റ്ലീസ്റ്റ് നമ്മുടെ ഫീൽഡിലെങ്കിലും കുറച്ച് ബഹുമാനം കിട്ടുന്ന ആളുകളായിരിക്കും നമ്മൾ. സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാവാകുന്ന ഒരു പ്രവണതയായിരിക്കാം നമ്മൾ മറ്റുള്ളവരിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തരാണ്. നമ്മൾ കുറച്ചും കൂടിയൊക്കെ ഒരു പഠിച്ച ആൾക്കാരാണ്. നമ്മൾ കുറച്ചും കൂടിയൊക്കെ ഒരു പ്രിവിലേജ് ഉള്ള ആൾക്കാരാണ്. നമ്മൾ കുറച്ചും കൂടി ഹയർ സ്ട്രാറ്റയിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മറ്റുള്ളവരെ പോലെയല്ല നമ്മൾ എന്ന ഒരു ചിന്തയും അതിനെ തുടർന്ന് ഇത്തരം തിന്മകളിലേക്ക് പോകാനുള്ള സാധ്യതയും. അതുകൊണ്ടാണ് പല ആളുകളും ഈ വലിയ പ്രൊഫഷണലുകളിലേക്ക് എത്തുമ്പോൾ അവിടെ അവരുടെ മനസ്സിലുള്ള ചിന്തകൾ വരുന്നത് തന്നെ ഈ രൂപത്തിലാണ്. അതായത് ഞാൻ ഇനി എന്ത് ചെയ്യേണ്ടതില്ല, ഞാൻ ഈ രൂപത്തിലൊക്കെ നടന്നാൽ, ഞാൻ ഈ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിസ്കാരവും നോമ്പും അല്ലെങ്കിൽ ഇസ്ലാമിക വസ്ത്രധാരണവും അതുപോലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളൊക്കെ ആയിട്ട് നടന്നാൽ ഞാനൊരു പ്രാകൃതനായി അല്ലെങ്കിൽ കുറച്ചുകൂടി ഔട്ട്ഡേറ്റഡ് ആയി ആളുകൾ വിലയിരുത്തുമോ? ഈ ഒരു ചിന്തയാണ് പലപ്പോഴും പല തെറ്റുകളിലേക്കും പ്രൊഫഷണലുകളെ പ്രത്യേകിച്ചും കൊണ്ടുപോകുന്നത്. അവരുടെ കൂടെ ആ പാർട്ടിയിൽ ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ കൂടെ കൂടിക്കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാലത്തിന് യോജിക്കാത്തവനായി പോകുമോ? അല്ലെങ്കിൽ ഞാൻ ഇന്നത്തെ കാലത്തിനും ഈ പറഞ്ഞ ഒരു പുരോഗമനത്തിനും എതിരായി നിൽക്കുന്നവനായി പോകുമോ? ഞാൻ പുരോഗമന സർക്കിളിൽ നിന്ന് ഔട്ടായി പോകുമോ? ഇതൊക്കെയാണ് പലപ്പോഴും നമ്മളെ ചിന്തകൾ. ആ ചിന്തകൾ വഴിയാണ് പലപ്പോഴും നമ്മൾ തിന്മകളിലേക്ക് എത്തുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ ദേഹേച്ഛകളാണ് പ്രശ്നം. ആ ദേഹേച്ഛകളിലേക്ക് ഓരോരുത്തരും എത്തിപ്പെടാനുള്ള പല കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ പറഞ്ഞ ഗർവ്, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഉയർന്നവനാണ് എന്ന ഒരു ചിന്ത. അവിടെ അടിസ്ഥാനപരമായി നമുക്ക് ഇന്ന് ഈ ഭൗതിക ലോകത്ത് ഇത്തരം ഒരു സ്ഥാനമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇത്രത്തോളൊക്കെ പഠിച്ചെത്താൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇന്നൊരു പ്രൊഫഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒന്നും ഒരു കഴിവേ അല്ല, പടച്ചവൻ തന്ന ഒരു തൗഫീക്ക് മാത്രം. പടച്ചവൻ തന്ന ഒരു തൗഫീക്ക് മാത്രമാണ് അത് നമ്മളെ പരീക്ഷിക്കാൻ കൂടിയാണ്. നിനക്ക് ഈ ഒരു സ്ഥാനം തന്നത്, നിനക്ക് ഇന്ന ഒരു പൊസിഷൻ തന്നത്, അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള ഒരു പ്രൊഫഷനിലേക്ക് നിന്നെ എത്തിച്ചത് നിന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്, മറ്റെല്ലാത്തിനെയും പോലെ തന്നെ. അപ്പോ ഈ ഒരു ബോധ്യമില്ലാതെ പ്രൊഫഷണലുകളായി മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ചിന്തകളെ അടക്കം ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ ദേഹേച്ഛകളുടെ പിന്നാലെ പോകുന്നതിലേക്ക് നമ്മൾ കൂടുതലായി പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഈ ഒരു അടിസ്ഥാനത്തിലേക്ക് നമ്മൾ നമ്മുടെ ചിന്തക്കും ബുദ്ധിക്കുമെല്ലാം പരിമിതികളുണ്ട് എന്നും നമ്മൾ പടച്ചവന്റെ അടിമകൾ മാത്രമാണെന്നുള്ളതും, ചിന്തക്കും ബുദ്ധിക്കും അല്ലെങ്കിൽ ആലോചനകൾക്കൊന്നും ഒരു പരിമിതിയും ഇല്ലാത്ത, ഒരു പരിധികളും ഇല്ലാത്ത പടച്ചവൻ എന്തു പറഞ്ഞോ അതാണ് എൻ്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം, അതായിരിക്കണം എൻ്റെ ശരിതെറ്റുകൾ വേർതിരിക്കുന്നതിലെ മാനദണ്ഡം എന്ന ഒരു ബോധ്യത്തിലേക്കും ആ രൂപത്തിൽ സമർപ്പിച്ചുകൊണ്ടുള്ള, അഥവാ മുസ്ലിം ആയിക്കൊണ്ടുള്ള, ഇസ്ലാം ആയിക്കൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്കും നമുക്ക് എത്തിപ്പെടാൻ സാധിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ പടച്ചവനെ പൂർണ്ണമായി സമർപ്പിച്ചു. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, അതൊരു പ്രഖ്യാപനമാണ്, അതൊരു ജീവിത രീതിയാണ്, അതോടൊപ്പം അതൊരു പ്രഖ്യാപനമാണ്. ഇസ്ലാം ആവുക, മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രഖ്യാപനമാണ്. അതെന്താ? ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ സമർപ്പിച്ചവരിൽ പെട്ടവനാകുന്നു. നിങ്ങൾ പല കാരണങ്ങൾ പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ പല ആഘോഷങ്ങളിലേക്ക് എന്നെ ക്ഷണിക്കുന്നുണ്ടാവും, പല രീതികളിലേക്ക്, ജീവിത രീതികളിലേക്ക് എന്നെ ക്ഷണിക്കുന്നുണ്ടാവും. പക്ഷേ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ അതിൽ നിന്നെല്ലാം വ്യതിരിക്തമായിക്കൊണ്ട് ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ സമർപ്പിച്ചവനാണ്. ആർക്ക്? പടച്ച തമ്പുരാന്. കാരണം ഇവിടെയുള്ള ആളുകൾ നമ്മളോട് ഈ പറഞ്ഞ തെറ്റുകളിലേക്കും ദേഹേച്ഛകളിലേക്കും എല്ലാം ക്ഷണിക്കുന്ന ആളുകളും നമ്മളെ പല പേരുകളിൽ അതിലേക്ക് നയിക്കുന്ന ആളുകളും അവരെല്ലാം പലതിന്റെയും അടിമകളാണ്. ഇപ്പം ഫാഷൻ ഇൻഡസ്ട്രിയുടെ അടിമകളാണ് പലപ്പോഴും വസ്ത്രധാരണത്തിൽ അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ കോർപ്പറേറ്റുകളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഇൻഡസ്ട്രികളും നമ്മളെ കുരുക്കുന്ന പലതിന്റെയും അടിമകളാണ്. ഈ പറഞ്ഞ ലഹരിയുടെ വിഷയത്തിലാണെങ്കിലും മറ്റു പല കാര്യങ്ങളിലേക്കും നമ്മളെ ക്ഷണിക്കുന്ന ആളുകൾ അത്തരം ചില കാര്യങ്ങളുടെ അടിമകളാണ്. അവരാകട്ടെ ഇവരടിമകളായിരിക്കുന്നത് ആരിലാണ്? ഒരു തരത്തിലും നമ്മളെ സ്നേഹിക്കാത്ത, നമ്മളിൽ നിന്നും ലാഭം മാത്രം പ്രതീക്ഷിക്കുന്ന കോർപ്പറേറ്റുകളിലാണ് ഇവർ അടിമത്തം പ്രാപിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ അടിമകളായിരിക്കുന്നത് നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നമ്മളെ ഏറ്റവും കൂടുതൽ അറിയുന്ന, നമ്മുടെ ശരിതെറ്റുകൾ ഏറ്റവും കൂടുതൽ നമുക്ക് പറയാൻ യോഗ്യനായിട്ടുള്ള പടച്ചവനില്ല. അപ്പൊ ഈ അടിമത്തത്തിന്റെ വ്യത്യാസം, അതായത് ഒരു കൂട്ടർ ഈ കോർപ്പറേറ്റുകളുടെയും അല്ലെങ്കിൽ പരസ്യങ്ങളുടെയും ട്രെൻഡുകളുടെയും അടിമകളാകുന്നു. ആ ട്രെൻഡുകൾ മുഖേന ആ കമ്പനികൾ ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ലാഭം മാത്രമാണ്. നമ്മൾ അടിമയായിരിക്കുന്നത് പടച്ചവനിലാണ്. ആ പടച്ചവനാകട്ടെ നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരുമാണ്. ഈ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി തന്നെ ഏത് സർക്കിളിലാണെങ്കിലും, ഏത് പ്രൊഫഷണൽ സർക്കിളിലാണെങ്കിലും നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി എൻ്റെ വിശ്വാസം ഇന്നതാണ്,
ഞാൻ ഇന്ന രൂപത്തിലൊക്കെയാണ് ജീവിക്കുക, അല്ലെങ്കിൽ എൻ്റെ ശരിതെറ്റുകൾ വേർതിരിക്കുന്നതിന്റെ മാനദണ്ഡം, എൻ്റെ ജീവിത രീതിയുടെ മാനദണ്ഡം പടച്ചവൻ പറഞ്ഞോ ഇല്ലേ എന്നുള്ളതാണ് എന്ന് അഭിമാനപൂർവ്വം തന്നെ, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വെച്ചിട്ട് ആരും അറിയാതെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുക എന്നുള്ളതല്ല, മറിച്ച് അഭിമാനത്തോടു കൂടി തന്നെ എൻ്റെ രീതി ഇന്നതാണ്, ഞാൻ മനസ്സിലാക്കുന്നത് ഈ രൂപത്തിലാണ്, എൻ്റെ വിശ്വാസം ഇന്നതാണ് എന്ന് പ്രഖ്യാപിക്കുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ, പരിപൂർണമായ രൂപത്തിൽ അഭിമാനത്തോടു കൂടി തന്നെ റളിയതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ, നമ്മളെല്ലാവരും രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. റളിയതു ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ എന്റെ റബ്ബായി, എന്റെ രക്ഷിതാവായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീനൻ, ഈ സമർപ്പണത്തെ അല്ലെങ്കിൽ ഇസ്ലാമിനെ എന്റെ ദീനായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമ്പൂർണ്ണ മാതൃകയായിക്കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ്. അല്ലാതെ എന്തായാലും മുസ്ലിമായി ജനിച്ചു പോയി, അല്ലെങ്കിൽ അങ്ങനെ കോളത്തിൽ ഞാൻ ഇസ്ലാം മുസ്ലിം എന്ന് എഴുതിപ്പോയി, ഇനിയിപ്പൊ അങ്ങനെയൊക്കെ ജീവിച്ചല്ലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിസ്കരിച്ചല്ലേ പറ്റുള്ളൂ എന്നല്ല, മറിച്ച് പരിപൂർണ തൃപ്തിയോടുകൂടി പരിപൂർണമായ സമർപ്പണത്തിന് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ആ രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.